നമസ്കാരം, ഞാൻ രാഹിൻ. പ്രധാന വാർത്തകൾ. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ പോലീസ് നടത്തുന്ന പരിശോധനയുടെ ഉദ്ദേശശുദ്ധിയിൽ ജനങ്ങൾക്ക് സംശയം. മലയാള സിനിമാ സമരം തീരുന്നു. ചിത്രങ്ങൾ വ്യാഴാഴ്ച റിലീസ് ചെയ്യും. കൊച്ചിയിൽ ദേശീയപാത നവീകരണ പ്രവർത്തനം വൈകുന്നു. 4ഓളം റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. കൊച്ചിയിൽ ആഡംബര കപ്പൽ ടൂറിസത്തിന് സാധ്യതയേറുന്നു. ടൂറിസം രംഗത്ത് കൊച്ചി വളർച്ചയുടെ പാതയിൽ. വാർത്തകൾ വിശദമായി. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ പോലീസ് നടത്തുന്ന പരിശോധനയുടെ ഉദ്ദേശശുദ്ധിയിൽ ജനങ്ങൾക്ക് സംശയം വീഴുന്നു. പരിശോധന വെറും കടത്തുകഴിക്കലാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആരോപിച്ചു. ഇതുമൂലം അപകട നിവാരണമെന്ന സർക്കാർ ലക്ഷ്യമാണ് വെള്ളത്തിലാകുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കർശനമായി പരിശോധിക്കണമെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം പോലീസ് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചി നഗരത്തിൽ കടത്തുകഴിക്കൽ പരിശോധനയാണ് നടക്കുന്നത്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായാൽ ഉടൻ തന്നെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് രക്തപരിശോധന നടത്തണം. പിന്നീട് സ്റ്റേഷനിലെത്തിച്ച ശേഷം 500 രൂപ പിഴ ഈടാക്കി 2 ആൾ ജാമ്യത്തിലെ വിടാവൂ എന്നതാണ് നിയമം. ഇത് തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ചെടുക്കാനും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട്. എന്നാൽ നിയമം ഇതാണെന്നിരിക്കെ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് പോലീസ് കൊച്ചി നഗരത്തിൽ പരിശോധന നടത്തുന്നത്. മദ്യപിച്ചു എന്നുറപ്പായാൽ കുറ്റം ചുമത്തി പിഴ ഈടാക്കി വിടുകയാണ് പതിവ്. വെള്ളയടിച്ചു കഴിഞ്ഞാൽ ശരിക്കും 2 പേർ രാജ്യാമ്യത്തിലെ വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശരിക്കുള്ള പ്രൊസീജിയർ. വെറുതെ ഫൈനടിച്ച് എന്നല്ലാതെ അതേ വണ്ടിയിൽ തന്നെയാണ് അവർ പിന്നെ പോകുന്നത്. അപ്പോൾ സാധാരണ അപകടങ്ങൾ കുറയുന്നില്ല. വാഹനാപകടങ്ങൾ തടയുക എന്നതാണ് ഇത്തരം കർശന നിയന്ത്രണങ്ങൾ വഴി സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സാമൂഹിക വശങ്ങൾ ചിന്തിക്കാതെ പിഴ ചുമത്തി അതേ വാഹനത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല സർക്കാരിന്റെ നിലപാടിൽ വെള്ളം ചേർക്കലുമാണ്. അതിനാൽ അപകട നിവാരണമെന്ന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യത്തിന് ഒരു പരിഹാരവുമാകുന്നില്ല. വെറും പോലീസ് കാശിൽ മാത്രമാണ് നോക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രൊസീജിയർ ഇവർ പാലിക്കുന്നില്ല പോലീസ്. ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി പല പരിപാടികളും സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉദ്ദേശശുദ്ധിയില്ലാത്ത ഇത്തരം പരിശോധന വഴി അപകട നിവാരണമെന്ന ലക്ഷ്യത്തിന് തുരങ്കം വയ്ക്കുന്നു. സൂര്യ ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള സിനിമാ സമരം തീരുന്നു. ചിത്രങ്ങൾ വ്യാഴാഴ്ച റിലീസ് ചെയ്യും. സാംസ്കാരിക മന്ത്രി MA ബേബിയുടെ അധ്യക്ഷതയിൽ സിനിമാ രംഗത്തെ സംഘടനകൾ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. വിതരണക്കാരും തിയേറ്റർ ഉടമകളും 2 ആഴ്ചയോളമായി നടത്തിവന്ന സമരം തീരുന്നു. ഹോൾഡ് ഓവർ കണക്കാക്കുമ്പോൾ നൂൺ ഷോയുടെ കളക്ഷൻ കൂടി ഉൾപ്പെടുത്തണമെന്ന് വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംഘടന ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനോട് തിയേറ്റർ ഉടമകൾ സഹകരിക്കാത്തതാണ് സമരത്തിന് കാരണം. സമരം 2 ആഴ്ച പിന്നിട്ടപ്പോൾ സമരത്തെ മറികടന്നുകൊണ്ട് തമിഴ് ചിത്രമായ സുറ പ്രദർശനത്തിനെത്തി. ഇതിൻ്റെ വിതരണക്കാരനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സമരം ശക്തമായി തുടരുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്കിലാണ് സമരം തീരുന്നത്. വ്യാഴാഴ്ച ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തുന്നതോടെ തിയേറ്ററുകൾ വീണ്ടും സജീവമാകും. ഫിലിം ഡെസ്ക്, ബിംസ് വിഷൻ. കൊച്ചിയിൽ ദേശീയപാത നവീകരണ പ്രവർത്തനം വൈകുന്നു. ഇതുമൂലം SA റോഡും ബാനർജി റോഡും അടക്കം 4ഓളം പാതകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് അനിശ്ചിതത്വത്തിലായത്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്കഴിക്കാനുള്ള പദ്ധതികളെല്ലാം തന്നെ ഫയലിൽ കുരുങ്ങിക്കിടക്കുന്നു. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാനാവാത്തത് കൊച്ചിയുടെ ശാപമായി മാറിയിരിക്കുകയാണ്. നിർദ്ദിഷ്ട കുണ്ടന്നൂർ തിരുവാങ്കുളം ബൈപ്പാസ് സജ്ജമായാൽ വൈറ്റിലയ്ക്കും അരൂരിനുമിടയിലുള്ള ഗതാഗതക്കുരുക്കിന് ഗണ്യമായ ശമനമുണ്ടാവും. ദേശീയപാത 47-17 ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഉതകുന്ന വൈപ്പിൻ തീരദേശ പാതയുടെ നിർമ്മാണവും അനന്തമായി നീളുകയാണ്. സ്ഥലമെടുപ്പ് നടപടികൾ കാലഹരണപ്പെട്ടതിനാൽ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ 2ാം ഘട്ട വികസനവും വഴിയടഞ്ഞ സ്ഥിതിയിലാണ്. പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെട്ട ജനപ്രതിനിധികളും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും ചേർന്നതാണ് വികസനത്തിൻ്റെ വഴിയടച്ചിരിക്കുന്നത്. ദേശീയപാത 49 തൃപ്പൂണിത്തറ ബൈപ്പാസിനൊപ്പം മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകളും എങ്ങും എത്തിയിട്ടില്ല. 1934-ൽ രാജഭരണകാലത്ത് നിർമ്മിച്ച 60 ലിങ്ക് റോഡ് ദേശീയപാതയായി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2 വരിയായി നിർമ്മിക്കുന്നതിനുള്ള സർവേ നടപടികൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാനാണ് അധികൃതർ ശ്രദ്ധ വെക്കേണ്ടതെന്നാണ് പൊതുജന അഭ്യർത്ഥന. കൊച്ചിയിൽ ആഡംബര കപ്പൽ ടൂറിസത്തിന് സാധ്യതയേറുന്നു. നിരവധി കപ്പലുകളാണ് ദിനംപ്രതി കൊച്ചിയിലെത്തുന്നത്. അതിനാൽ ടൂറിസം രംഗത്ത് കൊച്ചി വളർച്ചയുടെ പാതയിലാണ്. വൻകിട ക്രൂയിസ് കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ രാജ്യത്ത് ഏറ്റവുമധികം ഉല്ലാസ കപ്പലുകൾ വരുന്ന തുറമുഖമായി കൊച്ചി മാറിക്കഴിഞ്ഞു. രാജ്യാന്തര മറീന കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ കപ്പൽ ടൂറിസം രംഗത്ത് കൊച്ചിക്ക് സാധ്യതകൾ ഏറെയാണ്.
ഇന്ത്യയിൽ മറ്റു നഗരങ്ങളിൽ നടക്കുന്ന മാവോയിസ്റ്റ് ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും താരതമ്യേന സുരക്ഷിതമായ കൊച്ചിയിലേക്ക് വിദേശികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഈ സീസണിൽ മാത്രം 60,000-ഓളം വിദേശികളാണ് കൊച്ചിയിലെത്തിയത്. IT മേഖല പോലെ തന്നെ ധാരാളം വിദേശ നാണ്യം നേടിത്തരുന്ന കപ്പൽ ടൂറിസവും കേരളത്തിലെ സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. എന്നാൽ പോർട്ട് അധികൃതരുടെ അലംഭാവത്തോടെയുള്ള സമീപനം പലപ്പോഴും യാത്രക്കാരുടെ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. മാസങ്ങളോളം കപ്പൽ യാത്ര നടത്തി കൊച്ചിയിലെത്തുന്ന യാത്രക്കാർക്ക് പാസ്പോർട്ട് തിരികെ ലഭിക്കാനും മറ്റും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. വിദേശികൾ അടക്കമുള്ള കപ്പൽ യാത്രക്കാരുടെ അസൗകര്യങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുത്താൽ കൊച്ചിയിൽ ആഡംബര കപ്പൽ ടൂറിസത്തിന് സാധ്യതകളേറെയാണ്. എറണാകുളം നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉന്നതതല സമിതി പഠിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. ജില്ലാ കളക്ടർ, RDO എന്നിവർ ഉൾപ്പെട്ട സമിതിയായിരിക്കും പ്രശ്നങ്ങൾ പഠിക്കുക. കൊച്ചിയിലേക്കുള്ള കപ്പൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന. ഭൂരിഭാഗം വിദേശി യാത്രികർക്കും കൊച്ചി ഉൾപ്പെടാത്ത ഒരു ടൂറിസം പാക്കേജ് ഇല്ല. ഇക്കാരണത്താൽ ജില്ലയിൽ ക്രൂയിസ് ടൂറിസത്തിന് സാധ്യതയേറുകയാണ്. ലോകത്തിലെ വൻകിട ക്രൂയിസ് കമ്പനികളെല്ലാം പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചിയെയും ഉൾപ്പെടുത്തിയതോടെ വിദേശ സഞ്ചാരികൾ കൂട്ടത്തോടെ കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഇത്തവണ 44 ക്രൂയിസ് ട്രിപ്പുകളാണ് കൊച്ചിയിലെത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഉല്ലാസ കപ്പലുകൾ അടുക്കുന്ന തുറമുഖമായി കൊച്ചി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്രൂയിസ് ടൂറിസത്തിൽ കൊച്ചിയുമായി മത്സരിക്കുന്ന മുംബൈയിൽ ഈ വർഷം 33 ക്രൂയിസ് ട്രിപ്പുകളാണ് ഉണ്ടായത്. ഈ സീസണിൽ കൊച്ചിയിൽ 60,000-ഓളം പേർ ക്രൂയിസ് കപ്പലുകളിൽ എത്തിയതായാണ് കണക്ക്. കപ്പലുകൾ തുറമുഖത്തെത്തുമ്പോൾ ബർത്ത് വാടകയടക്കം മറ്റ് സൗകര്യങ്ങൾക്കുള്ള ഫീസ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ തുറമുഖത്തിന് നേരിട്ട് വരുമാനം ലഭിക്കും. അതേസമയം പരോക്ഷമായ വരുമാനം കണക്കാക്കാവുന്നതല്ല. ഓട്ടോറിക്ഷകൾ, ടാക്സികൾ എന്നിവയ്ക്കും വലിയ വരുമാനമാണ് ലഭിക്കുക. അടുത്ത സാമ്പത്തിക വർഷം കൊച്ചി തുറമുഖത്തേക്ക് 40 ക്രൂയിസ് കപ്പലുകളാണ് എത്തുക. കുനാട്ട് കമ്പനിയുടെ ഏറ്റവും പുതിയ പടുകൂറ്റൻ കപ്പൽ ക്വീൻ എലിസബത്ത് അടുത്ത മാർച്ചിൽ കൊച്ചിയിലെത്തും. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊച്ചിക്ക് ക്രൂയിസ് വെസലുകൾ വഴി ലഭിച്ചത് 2.5 കോടി രൂപയുടെ വരുമാനമാണ്. കൊച്ചി തുറമുഖം വളരുകയാണ്, ഒപ്പം ക്രൂയിസ് ടൂറിസം സാധ്യതകളും. എറണാകുളം നഗരത്തിലെ പ്രധാന വ്യാപാരപാതയായ ജൂതത്തെരുവിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്നു. വീതി കുറവും വാഹനങ്ങളുടെ പാത കയ്യേറിയുമുള്ള പാർക്കിങ്ങുമാണ് ഇതിന് പ്രധാന കാരണം. ഇതുമൂലം ജൂതത്തെരുവ് ശ്വാസം മുട്ടുകയാണ്. ഇത് കൊച്ചി നഗരത്തിലെ ജൂതത്തെരുവ്. കൊച്ചി മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന ജൂതത്തെരുവ് മാർക്കറ്റിൻ്റെ മറ്റൊരു നാഡിയാണ്. ഈ തെരുവിലൂടെയുള്ള യാത്ര വളരെ ദുരിതം നിറഞ്ഞതാണ്. റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ വരുന്നവരും കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടുന്നു. വളരെ പഴക്കമുള്ളതും തിങ്ങി നിറഞ്ഞതുമായ മുറികളിലാണ് ഈ കടകൾ പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ മറ്റെല്ലായിടങ്ങളിലെയും പോലെ ഇവിടെയും ഗതാഗതക്കുരുക്ക് ഒരു നിത്യസംഭവമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയും ഈ തെരുവിലുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഏതു നിമിഷവും പ്രവർത്തിക്കുന്ന നഗരത്തിൻ്റെ മറ്റൊരു മുഖം. എറണാകുളം മാർക്കറ്റിന് 140 വർഷം പഴക്കമുണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഈ ജൂതത്തെരുവ്. ഈ തെരുവിൽ കുറച്ചുനാൾ മുൻപ് വരെയും ഒരു സിനഗോഗ് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് ഒരു നഴ്സറിയായാണ് പ്രവർത്തിക്കുന്നത്. മാർക്കറ്റ് റോഡിൽ നിന്ന് മാർക്കറ്റ് ജംഗ്ഷൻ വരെയും നീളുന്ന 1 കിലോമീറ്റർ റോഡാണ് ജൂതത്തെരുവ്. വളരെ തിങ്ങി നിറഞ്ഞ ഈ തെരുവിന് മോടി പിടിപ്പിക്കുവാനോ ഈ റോഡിന് വീതി കൂട്ടുവാനോ ഉള്ള നടപടികൾ ഇതുവരെയും നഗരസഭ സ്വീകരിച്ചിട്ടില്ല. നടപടികൾ ഇപ്പോഴും പേപ്പറുകളിൽ മാത്രം അവശേഷിക്കുന്നു. പഴമയുടെ പ്രൗഢി ഇപ്പോഴും വിളിച്ചോതുകയാണ് ഈ ജൂതത്തെരുവ്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി നഗരത്തിലെ പാർക്ക് അവന്യൂ റോഡ് വ്യത്യസ്ത കാഴ്ചയാകുന്നു. കൊടും ചൂടിലും കുളിർമയുടെ അനുഭൂതിയാണ് ഇവിടുത്തെ തണൽ മരങ്ങൾ നൽകുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാതയിൽ നഗരവത്കരണത്തിന്റെ യന്ത്രക്കൈകൾ ഇതുവരെ പതിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൊച്ചി നഗരത്തിലെ പാർക്ക് അവന്യൂ റോഡ് മറ്റു റോഡുകളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചയായി മാറുന്നു. ഏപ്രിൽ മെയ് മാസത്തെ നട്ടുച്ച വെയിലത്തും കൊച്ചിക്കാർക്ക് സുഖമായി സഞ്ചരിക്കാം ഈ റോഡിലൂടെ. ഇരുവശങ്ങളിലും വിശാലമായ പച്ചുവിരിപ്പുകൾ വിരിച്ചുകൊണ്ട് ഉറക്കം തൂങ്ങി മരങ്ങൾ. ദർബാർ ഹാൾ റോഡിൽ നിന്നും മാർക്കറ്റ് റോഡിൽ നിന്നും കയറി വരുന്ന ഏതൊരാൾക്കും തെല്ല ആശ്വാസം നൽകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ റോഡിൻ്റെ ഒരു വശത്ത് അത്രയും തന്നെ പഴക്കമുള്ള കെട്ടിടങ്ങൾ. കൊച്ചി രാജഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇതിലധികവും. ഷോപ്പിംഗ് മാളുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഗവൺമെൻറ് ഓഫീസുകൾ മാത്രമുള്ള ഒരു റോഡാണ് ഇത്. ഇതിൽ പ്രധാനം സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസ് തുടങ്ങിയവയാണ്. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ടുകിടക്കുന്ന ഈ റോഡിൻ്റെ ഒരു വശത്ത് തന്നെയാണ് രാജേന്ദ്ര മൈതാനവും സുഭാഷ് പാർക്കും. മറുവശത്തോ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന മഹാരാജാസ് കോളേജ്.
പലപ്പോഴും ഗവൺമെൻറ് ഓഫീസുകളുടെ വരാന്തകൾ സാധാരണക്കാരൻ്റേതാണ്. അതുപോലെ തന്നെ പാർക്ക് അവന്യൂ റോഡിലെ വഴിയോര കച്ചവടവും. ഒന്ന് ക്ഷീണിച്ചാൽ ഒരു ഇളനീര് കുടിക്കാനും അല്പം മധുരം ചേർത്ത നാരങ്ങാവെള്ളം കുടിക്കാനും ഇവിടെ പെട്ടിക്കടകൾ തയ്യാർ. വികസനത്തിൻ്റെ പേരിൽ വീതി കൂട്ടിയില്ലെങ്കിൽ ഈ റോഡും ഇവിടുത്തെ കെട്ടിടങ്ങളും ഈ മരങ്ങളുമെല്ലാം എന്നും വ്യത്യസ്തമായി തന്നെ നിൽക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.